അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പൊ നേരത്തെ ദീപ്തി മേരി വർഗീസ് പറയുകയാണ്, ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാലം കാത്തുവെച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന്. കാപട്യമില്ലാതെ സംസാരിക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് പോകട്ടെ, ഇത് വ്യക്തിപരമായ വിശേഷണങ്ങൾ. മറ്റൊന്ന്, ഏറ്റവും അടുത്ത കാലത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം വലിയ തോതിൽ വിമർശന വിധേയമാക്കിയ ഒരു സംഭവം നടന്നത് അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അതായത് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ വഴി പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് പലരും, പല സഭകൾ, പലയിടങ്ങളിൽ അതിനനുകൂലമായ ചില നിലപാടുകൾ ആ സിനിമ തന്നെ പ്രദർശിപ്പിക്കുന്ന സമയമുണ്ടായപ്പോഴൊക്കെ അന്ന് ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത സ്വീകരിച്ച നിലപാട് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ഹെയ്റ്റ് സ്റ്റോറികളല്ല, ലവ് സ്റ്റോറികളാണ് കാണിക്കേണ്ടത് എന്ന്. അത് വിവരദോഷത്തിന്റെ പട്ടികയിൽപ്പെടുന്നതല്ല. അത് അത്യുന്നതിയിലുള്ള രാഷ്ട്രീയ ബോധത്തിന്റെ, അത്യുന്നതിയിലുള്ള മതസൗഹാർദ്ദ ബോധത്തിന്റെ, കേരളം എന്ന വികാരത്തിന്റെ, അതിനെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഒക്കെ ഔന്നത്യം കാണുന്ന കാഴ്ചയാണ് എന്നല്ലേ നിങ്ങൾ അന്ന് കണ്ടത്? അല്ലേ? അന്ന് നിങ്ങൾ അതല്ലേ കണ്ടത്? അന്ന് അതിന്റെ വിവരദോഷത്തിന്റെ പട്ടികയിൽ അതിനെ പെടുത്തുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള വലിയ ബഹുമാനം അർഹിക്കുന്ന പരാമർശങ്ങളെ വിവരദോഷത്തിന്റെ പട്ടികയിൽ പെടുത്തുമോ? ഇവിടെ ബഹുമാനപ്പെട്ട സന്ദീപ് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പ്രതികരണത്തിലൊരു വാചകം വായിക്കാം. ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും. പോരായ്മ കണ്ടെത്തി അവ പരിഹരിക്കും. മൂന്നാമത്തത്, സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും. ഇവിടെ ദയവായിട്ട് ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം ഞാൻ പറയാം. നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിക്കരുത്. അത് അദ്ദേഹം പറയുന്നത് ആർക്കാ ബാധകം? തിരുവനന്തപുരം വിമാനത്താവളം വിൽക്കുക എന്ന് പറയുന്നത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? വിമാനത്താവളം വിൽക്കുന്നത് വലത്തോട്ട് വണ്ടി ഓടിക്കലാണ്. അങ്ങനെ ഓടിച്ചത് മോദി സർക്കാരാണ്, അതിനെ എതിർത്തത് പിണറായി സർക്കാരാണ്. ഞങ്ങൾ വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ പൊതുമേഖലാ സ്കൂളുകൾ നന്നാക്കുമോ? പൊതുവിദ്യാലയങ്ങൾ നന്നാക്കുമോ? ഞങ്ങൾ വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ ഞങ്ങൾ ഈ കേരളത്തിനകത്ത് പൊതുഗതാഗതം ശക്തിപ്പെടുത്തുമോ? പൊതു റോഡുകൾ, ടോളുകൾ ഏർപ്പെടുത്തില്ലേ? അവിടെ കേന്ദ്ര സർക്കാർ പൊതു ടോൾ ഏർപ്പെടുത്തിയിട്ട് പൈസ പിരിക്കാൻ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? ഞങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടോ ഇല്ലയോ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതുപോലെ 1600 വെച്ച് എല്ലാ വീട്ടിലും പെൻഷൻ കൊടുക്കുന്നത് 62 ലക്ഷം വീട്ടിൽ പെൻഷൻ കൊടുക്കുന്നത് ഞാൻ പറയട്ടെ ദയവായി അല്ല, ബിജെപിയുടെ വഴിക്ക് പോകട്ടെ. നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അദ്ദേഹം വിമർശിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ല. എന്റെ അസ്വസ്ഥത അവിടെ നിൽക്കട്ടെ. അങ്ങ് വന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞ് വായിക്കുക എന്നുള്ളതാണോ അങ്ങയുടെ ഉദ്ദേശം? ഞാൻ എന്താണ് അങ്ങോട്ട് ചോദിച്ചാൽ അങ്ങ് എന്താണ് മറുപടി പറയുന്നത്? തിരുവനന്തപുരം വിമാനത്താവളവും ബന്ധമുണ്ടോ? ഞാൻ കൃത്യമായിട്ട് മറുപടി പറയട്ടെ. ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് എനിക്ക് മറുപടി പറയണം. ഒന്ന്, ബഹുമാനപ്പെട്ട തിരുമേനിയുടെ ആദരവോടുകൂടി തന്നെ അദ്ദേഹം എടുത്ത നിലപാട്, ഇന്ന് പറഞ്ഞ നിലപാട് യോജിച്ചുകൊണ്ടുകൂടി തന്നെ ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധവും സ്നേഹമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹവും തമ്മിൽ വ്യക്തിബന്ധങ്ങളുള്ളവരാണ്. ആ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരല്ല. പക്ഷേ രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ, പരാമർശങ്ങൾ വരാം. പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട തിരുമേനിയോടുള്ള സ്നേഹങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന പ്രസ്താവനയിലെ എന്താണ് തെറ്റായ കാര്യം എന്ന് എനിക്ക് പറയണ്ടേ? ഇവിടെ ആരാണ് ബിജെപിയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും എന്ന് പറയുകയാണ്? എന്താണ് വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്നതിനെക്കുറിച്ച് ആരാണ് ഇവിടെ പറയുന്നത്? കുന്തിരിക്കം കരുതിക്കോ അവലും മല്ലും കരുതിക്കോ? ആരാ മുദ്രാവാക്യം വിളിച്ചത്? അവരുടെ പിന്തുണ സ്വീകരിച്ച ഇവിടുത്തെ UDF അവർ കുറ്റവാളിയല്ല കേട്ടോ. അവർ ജയിച്ചതിന് കുഴപ്പമൊന്നുമില്ല. ഇടതുപക്ഷം തോറ്റ എന്തുകൊണ്ടാണ്? SDPI നിങ്ങൾ എതിർത്തത് കൊണ്ടാണ്. അങ്ങനെ രാഷ്ട്രീയം നമുക്ക് ഉന്നയിക്കാൻ പറ്റുമോ? SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ട് CPM ആണ് കേരളത്തിലുള്ളത്, LDF കേരളത്തിലുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ RSSനെ എതിർക്കുന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെയും SDPI എതിർക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത്രത്തോളം ഞങ്ങൾ പറഞ്ഞു. അങ്ങപ്പുറം മുസ്ലിം ലീഗ് നിൽക്കുകയാണ്. അയ്യോ, അപ്പോൾ ആകെ ഒരു കുറ്റം എന്താണ്? നിങ്ങൾ CAA കുറിച്ച് കൂടുതൽ സംസാരിച്ചു. ഇതല്ലേ കേരളത്തിൽ ആഖ്യാനം ഉണ്ടാക്കുന്നത്? മുസ്ലിം ലീഗിനെ മടിയിലിരുത്തി, മുസ്ലിം ലീഗിനെ കൂടെ നിർത്തി, SDPIയെ മടിയിലിരുത്തി അല്ലെങ്കിൽ തലയിലിരുത്തി ഇവിടെ വർഗീയ പ്രകടനം നടത്തിയവർക്ക് 19 സീറ്റ്, 18 സീറ്റ്.
അത് സത്യമായി നമ്മുടെ മുന്നിൽ കണ്ണുമ്പ് നിൽക്കേ ഇടതുപക്ഷമാണ് ആ പീഡനം നടത്തുന്നതെന്ന് ആരെങ്കിലും ആഖ്യാനം ഉണ്ടാക്കിയാൽ ആഖ്യാനത്തെ തള്ളിപ്പറയും. അത് വ്യക്തിപരമായ കലഹമല്ല, ആഖ്യാനങ്ങളോടുള്ള കലഹമാണ്. നടത്തുന്നത് വർഗീയ പ്രീണനമാണെന്നാണ് CPM വിലയിരുത്തുന്നത് അല്ലേ? അപ്പോ സംശയം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്തും അതുപോലെ തന്നെ മലപ്പുറത്ത് മതപരമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാം, മുസ്ലിം ലീഗ് എന്ന പേരുള്ള മതപരമായിട്ടൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാം. അത് തന്നെയാണ് BJP ചോദിക്കുന്നത്. ഹിന്ദുക്കൾ ഇപ്പുറം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ഹിന്ദുക്കൾ മതപരമായിട്ട് വോട്ട് ചെയ്യണമെന്നല്ലേ BJPയുടെ ആഖ്യാനം. മതപരമായി മുസ്ലിമിന് വോട്ട് ചെയ്യാം, മതപരമായി ഹിന്ദുവിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇതാണ് BJPയുടെ ചോദ്യം. ഈ ചോദ്യത്തിനകത്ത് ഉത്തരം മതപരമായ സാന്ദ്രീകരണമാണ് മുസ്ലിം ലീഗിന്റെ നയം. അത് നടപ്പാക്കിയവർ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളാണ് വർഗീയത നടപ്പാക്കിയത്. ആര്? മുസ്ലിം ലീഗിന്റെ പേരിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടി. അത് മുസ്ലിം ലീഗിനെ കേൾക്കുകയും വിലയിരുത്തുകയും ചെയ്യാൻ കഴിയുന്നതാണ്. നാളെയൊക്കെ അതിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അല്ല, ഈ സമസ്തയുമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് ലീഗ് ഇങ്ങോട്ട് ലീഗിനെ പോലെ ഒരു മതേതര പാർട്ടി ഉണ്ടായിരുന്നില്ല CPM-ന് വേറെ കേരളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ശരി, അതാണ് നിൽക്കട്ടെ, നമ്മുടെ ശരി. അത് മാധുവിനെ തെറ്റി, അതിന് ഞാൻ മറുപടി പറയും. അല്ല, അതിന് മറുപടി പറയും. മാധു പറഞ്ഞതിന് ഞാൻ മറുപടി പറയും. ഒറ്റ പോയിന്റ് ഗവർണറോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പറയട്ടെ, കീഴിൽ ഇന്ത്യ മഹാരാജ്യത്തിന് കീഴിൽ എല്ലാം അങ്ങേക്ക് പറയാനുണ്ട്, ചോദ്യത്തിന് ഒഴിച്ച്. ഞാൻ ചോദ്യത്തിന് കൃത്യം മറുപടി പറഞ്ഞല്ലോ. ഏത് ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത്? ഞാൻ പറയുന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത നൽകിയ വിശേഷണങ്ങൾ, അദ്ദേഹം കാലം കാത്തുവെച്ച നേതാവ്, കാപട്യമില്ലാതെ സംസാരിക്കുന്ന നേതാവ് എന്നൊക്കെ പറഞ്ഞത് വിവരദോഷത്തിന്റെ പട്ടികയിൽ പെടുത്തുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഒരു വാക്ക് അഡ്വക്കേറ്റ് അനിൽകുമാർ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അതിപ്പോ ഞാൻ പറയുന്ന അസംബന്ധം അങ്ങ് വിലയിരുത്തൽ, അങ്ങ് പറയുന്ന അസംബന്ധം എനിക്ക് വിലയിരുത്തേണ്ടി വരും. അത് കാര്യമില്ലല്ലോ, കേൾക്കുന്ന തീരുമാനിക്കട്ടെ. നമ്മൾ സാമാന്യ ബുദ്ധി വേണ്ടേ? പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞ വാക്കൊന്ന് ആവർത്തിക്കാമോ? പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് ചോദ്യം അസംബന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞെന്നാണോ യഥാർത്ഥത്തിൽ അങ്ങ് ഉദ്ദേശിച്ചത്? ഞാൻ മറുപടി പറഞ്ഞു എന്നത് അങ്ങ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ചോദ്യം അസംബന്ധമായിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന്. 2 സെന്റൻസിൽ അവനവനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റദ്ദ് ചെയ്യാനുള്ള ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട മാധുവിനോട് ഞാൻ ഒറ്റ വാക്ക് പറയുകയാണ്, ഞാൻ ഒരു വാക്ക് റദ്ദ് ചെയ്തില്ല. എന്താണോ ബഹുമാനപ്പെട്ട തിരുമേനിയുടെ പ്രസ്താവനയിലെ ഇടതുപക്ഷ വിരുദ്ധമായ ആശയം, ആ ആശയത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. തിരുമേനിയോടുള്ള അനാദരവല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിലൊരു പ്രതികരണം നടത്തുകയും തിരുമേനി അതിൽ വ്യക്തമാക്കുകയും ചെയ്തതുകൊണ്ട് അവസാനിച്ചെന്നാണ് ഞങ്ങളുടെ പക്ഷം. ഓക്കെ, അപ്പൊ അവനവനെതിരെ വന്നാൽ മാത്രമാണ് വിവരദോഷം. അങ്ങനെ നിൽക്കട്ടെ.